അങ്ങനെ പെട്ടെന്നൊരു യാത്ര പോകേണ്ടി വന്നു വാഗമണിലേക്ക്. ഈ വാഗമൺ എന്ന് പറയുമ്പോൾ എൻ്റെ ബാല്യവും ആയിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ ചെന്നപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ചെല്ലുന്നത്. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഞാൻ പോവുകയാണ്. പെട്ടെന്നൊരു യാത്ര, ഒട്ടും പ്ലാൻഡ് അല്ലാത്ത, പെട്ടെന്ന് തീരുമാനിച്ചൊരു യാത്ര. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, അവിടെ ചെന്നിട്ട് എന്ത് വീഡിയോ എടുക്കണം, അങ്ങനെയൊന്നും പ്ലാനൊന്നും ഇല്ലായിരുന്നു. ചെന്ന് താമസിച്ച സ്ഥലത്ത് നല്ല വ്യൂ ആയിരുന്നു. അപ്പം ഞാൻ ആദ്യം ഓർത്തു അങ്ങനത്തെ ഒരു വീഡിയോ എടുത്തേക്കാന്ന്. പിന്നെ ഇതിനകത്ത് ഞാൻ കുറച്ച് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഈ വീഡിയോ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല കേട്ടോ. എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഞങ്ങൾ താമസിക്കുന്ന റൂമിന് നേരെ ഓപ്പോസിറ്റുള്ള വ്യൂ ആണിത്. ഇതൊരു അപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഇത് ഏലപ്പാറ ടൗണിലാണുള്ളത്. അവിടെ നിന്ന് നമ്മൾ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ മേളിൽ കയറിയിട്ട് അപ്പോൾ രാവിലെ നല്ല കോടമഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന സമയമാണ്. പക്ഷെ നമ്മളവർക്ക് ഇപ്പോൾ നല്ല തണുപ്പാണ്. ശരിക്കും സാധാരണ വേനൽക്കാലത്തൊക്കെ അവിടെ നല്ല തണുപ്പുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ തണുപ്പൊന്നും അല്ല കേട്ടോ. രാവിലെ കുറച്ച് തണുപ്പുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോൾ ഭയങ്കര ചൂടാണ്. ക്ലൈമറ്റൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. നമ്മുടെ പണ്ട് ഇങ്ങനത്തെ കാലാവസ്ഥയൊന്നുമില്ല. ഉച്ചയായാലും സൂര്യനെ കാണാൻ പറ്റില്ലായിരുന്നു. വെള്ളമൊക്കെ ആണെങ്കിൽ വരുമ്പോൾ ഭയങ്കര തണുപ്പായിരിക്കും. ചൂടുവെള്ളത്തിലല്ലാതെ കുളിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ആഗ്രഹമായിരുന്നു തണുത്ത വെള്ളത്തിൽ തന്നെ കുളിക്കണം. ഞാൻ തണുത്ത വെള്ളത്തിലാണ് കുളിച്ചത് കേട്ടോ ഇവിടെ ചെന്നിട്ട്. പക്ഷേ ഇത് രാവിലെ ഒരു കട്ടൻ കാപ്പിയും കുടിച്ചിട്ട്, അവിടുത്തെ തനതായ നമ്മുടെ കട്ടൻ കാപ്പിയും കുടിച്ചിട്ട് രാവിലെ ആ വീടിൻ്റെ മുകളിൽ കയറി കുറച്ച് വിഷ്വൽ എടുക്കാമെന്ന് ഓർത്ത് നടന്നപ്പോൾ കുറച്ച് പൂക്കൾ ഇവിടെ കണ്ട് ദൂരെ. അപ്പം ഈ പൂക്കളൊക്കെ അവിടെ സ്ഥിരമായിട്ട് കാട്ടിൽ കാണുന്ന പൂക്കളാണ്. നമ്മുടെ ഇവിടെയുള്ള പൂക്കളാണ് ഇത് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ഒന്ന് രണ്ട് പൂ പറിക്കാൻ ഓർത്തു. അവിടെ ചെന്നു ഒന്ന് രണ്ട് പൂ പറിച്ചു. ആദ്യം ഒരെണ്ണം പറിച്ചിട്ട് ശരിയായില്ല. പിന്നെ രണ്ടാമതൊരെണ്ണോടെ പറിച്ച് അതെടുത്ത് ചെവിയിൽ വെച്ചു. എന്നാലും ഈ വീഡിയോസ് അത്ര പെർഫെക്റ്റ് അല്ലാന്ന് പറഞ്ഞില്ല. കാരണം സാധാരണ അമ്മാവന്മാർ നമ്മളെ വീഡിയോ കോൾ വിളിക്കുന്ന പോലെ ആയിരിക്കും. എൻ്റെ മമ്മീനെയൊക്കെ വിളിക്കുമ്പോൾ അങ്ങനെയാണ്. വീഡിയോ കോൾ വിളിക്കുമ്പോൾ അവർ മൂക്കിനകത്തേക്ക് അങ്ങനെ വെച്ചിട്ടായിരിക്കും വീഡിയോ കോൾ. അതുപോലെയാണ്. കാരണം ഞാനിതിനിട്ട് നോക്കുന്നില്ല, വീഡിയോക്കിട്ട് നോക്കുന്നില്ല. ഞാൻ നോക്കുന്നത് അവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ രീതികളും ഒക്കെ കണ്ട്, അവിടുത്തെ എനിക്ക് കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതുകൊണ്ടേ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് എൻ്റെ ക്യാമറ വല്ലയിടത്തും ഞാൻ വേറൊരിടത്തുമാണ്. പിന്നെ ഈ വീടിൻ്റെ മേളിലേക്കുള്ള സ്റ്റെപ്പ് കയറിയിട്ട് അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ക്യാമറാമാൻ വന്നു കേട്ടോ. ക്യാമറമാൻ എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ക്യാമറാമാൻ ഉറങ്ങാണ്. എൻ്റെ ഹെൽപ്പിന് കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് അവിടെ. പുള്ളിയോട് ഞാൻ പറഞ്ഞു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി കയറി വന്ന് കുറച്ച് വീഡിയോസ് എടുത്ത് വന്നു. പിന്നെ ഇവിടെ തന്നെ പ്രശ്നം എന്ന് നമ്മൾ രാവിലെ പുറത്തിറങ്ങിയപ്പോഴും നമ്മൾ കാണുന്നത് വീട്ടിലെ അയ കെട്ടിയിരിക്കുന്ന അവരുടെ അയ ഇതെന്താ ഞങ്ങളുടെ നാട്ടിൽ അയ എന്നൊക്കെ പറയും, തുണി ഉണങ്ങാൻ കെട്ടിയിരിക്കുന്നത്. ഈ വീടിൻ്റെ ടെറസിലും അങ്ങനെ തന്നെയാണ്. നമുക്കത് ഭയങ്കര അരോചകമാണെങ്കിലും അവർക്ക് ഈ തുണി ഉണങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കുള്ള കാര്യം. എപ്പോഴും വെയിലൊന്നും കാണത്തില്ലല്ലോ. അപ്പം അവർക്ക് ഈ ടെറസിലൊക്കെ ഇത് കിട്ടിയാലേ പറ്റുള്ളൂ. നമ്മുടെ ഒരു ദിവസത്തെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇത് അഴിച്ചു മാറ്റാൻ പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും കയറിയിരുന്നു, പൊക്കത്ത് കയറി കുറച്ച് സ്ഥലത്തൊക്കെ ഇരുന്ന് വ്യൂസ് അങ്ങനെ എടുത്തു. എന്ത് രസമല്ലേ. ഒരു ഭാഗത്ത് വീടുകൾ, ഒരു ഭാഗത്ത് മട്ടക്കുന്നും അങ്ങനെയായിട്ട് അവിടെ മഞ്ഞിറങ്ങി നിൽക്കുന്നു. അങ്ങനെ നല്ല രസമുള്ള ഇതാണ്. എത്ര ഭംഗിയല്ലേ സത്യത്തിൽ. എൻ്റെ ശബ്ദത്തോടെ ഇല്ലെങ്കിൽ അവിടെ ഒരു മ്യൂസിക് കൂടെ ഉണ്ട്, പൊളിച്ചേനെ. ഞാൻ എനിക്ക് ഒന്നുകൂടെ വരണമെന്നുണ്ട്, ഒന്നുകൂടെ നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് വരണമെന്നുണ്ട്. ഇവിടെ അല്ല, വേറെ എവിടെയെങ്കിലും ഒരു റിസോർട്ടിലെടുത്ത് നിന്നിട്ട് കുറച്ച് വീഡിയോസ് എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുള്ള, എപ്പോഴും പോകണമെന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ് വാഗമണ്. കാരണം എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന സാധനമാണ്. ഇപ്പോൾ അവിടെ നിൽക്കുമ്പോൾ കാണാം വീണ്ടും ഫ്രണ്ടിലെ മാവിലൊക്കെ ഇഷ്ടംപോലെ കടുകുണി പോലത്തെ മാങ്ങകൾ കിടപ്പുണ്ട് കേട്ടോ. ആ മാവിലൊക്കെ ഭയങ്കര മാങ്ങയാണ്. പിന്നെ അവിടെയൊക്കെ കുറേ കയറിയിരുന്നു. ചുമ്മാ ക്യാമറമാൻ വേണ്ടി കുറേ പോസ്റ്റൊക്കെ ചെയ്ത് കൊടുത്തു. അങ്ങനെ എടുക്കും ഇങ്ങനെ എടുക്കും എന്നൊക്കെ പറഞ്ഞു. ആൾ അങ്ങനെയൊക്കെ എടുത്തു തന്നു. പിന്നെ ഈ അയ മാറ്റിയിട്ട് എടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ എന്നോട് ചോദിച്ചത് മാറ്റണോ? ഞാൻ പറഞ്ഞു വേണ്ട, അത് അഴിച്ച് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും കെട്ടണം. ഒന്നും വേണ്ട, അവർ തുണി ഉണങ്ങാനിടുന്നില്ല, അവിടെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ശല്യം ചെയ്യേണ്ടതില്ല. പിന്നെ ഞാൻ ചുമ്മാ എനിക്ക് ക്യാമറ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിയില്ല. ഞാൻ പുറകിൽ നിന്ന് വെറുതെ ഡാൻസ് കളിച്ചിട്ട് നല്ല രസമെന്ന് പറഞ്ഞ് കളിച്ചുകൊണ്ട് പാവം വന്ന് അതും എടുത്തു. അതൊക്കെ സ്ഥിരം പരിപാടിയാണ്. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഫുഡ് കഴിക്കാൻ പോയി.
ഫുഡ് കഴിക്കാൻ പോയ ഭാഗമാണ് കാണുന്നത്. ഫുഡ് കഴിക്കാൻ പോയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ പോയി അവിടെ ഇങ്ങനെ ടൗണൊക്കെ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്ത ശേഷം പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് അവിടുന്ന് വീഡിയോ ഒക്കെ എടുത്ത് അവിടെ ചെന്നപ്പോൾ ഒരു ഹോട്ടലുണ്ടായിരുന്നു കേട്ടോ. ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവർ അപ്പം ചുടുന്നുണ്ടായിരുന്നു. അയ്യോ അത് നല്ല രസമായിട്ട് ഒന്നിട്ട് ചേച്ചി കടയുടെ ഫ്രണ്ടിൽ തന്നെ നിന്ന് അപ്പം ചുടുവാണ്. അപ്പോഴത്തേക്കും അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ കുറേ വീഡിയോസ് എടുത്തു, അവിടുന്ന് ഫുഡ് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ട്രിപ്പിൽ ഇത് മാത്രമല്ല, ഇനിയും വ്ളോഗുണ്ട്. നമുക്ക് ബാക്കി വ്ളോഗിൽ കാണാം കേട്ടോ. ശരിക്കും പറഞ്ഞാലേ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വണ്ടി ഓടിച്ചു പോയിട്ടോ. അങ്ങനെ താഴേക്ക് പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ താഴേക്ക് പോകാൻ മനസ്സ് വന്നില്ല. കാരണം അത് കഴിഞ്ഞ് വേറെ പ്ലാനിങ് എന്ന് പറയാൻ പറ്റില്ല, വേറെ സ്ഥലത്തൊക്കെ പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി നിന്ന് കുറേ വ്യൂ ഒക്കെ കണ്ടു. കാരണം മുട്ടക്കുന്നും താഴേക്ക് വണ്ടി കയറി വരുന്നതും ഒക്കെ ഞങ്ങൾ കണ്ടു. ഇനി താഴെ കുറേ ലൈനുകളുണ്ട്, ഒരു വെള്ളച്ചാട്ടമുണ്ട്. അതൊക്കെ കാണാൻ പോകാൻ ഇന്ന് ടൈം കിട്ടില്ല. പിന്നെ അതൊക്കെ കാണാൻ നല്ല രസമാണ്, നല്ല ക്ലൈമറ്റാണ്. പിന്നെ ഇതിന് ഞാൻ ഫിൽറ്റർ ഒന്നും ഇടുന്നില്ല കേട്ടോ. കാരണം ഇത് ഫിൽറ്റർ ഇട്ടിട്ട് കഴിയുമ്പോഴത്തേക്കും വേറൊരു രീതിയിലേക്ക് മാറുന്നതിനേക്കാളും നല്ലത് ഇത് ഇങ്ങനെ തന്നെ കാണുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഫിൽറ്റർ ഒന്നും ഇട്ടില്ല. കുറച്ചുകൂടെ നാച്ചുറലായിട്ട് തന്നെ കാണട്ടെ ഇതിൻ്റെ ഭംഗി എന്ന് ഞാൻ വിചാരിച്ചു. ഫിൽറ്ററായിട്ട് ഭയങ്കര ഗുമ്മായിട്ട് കാണിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ഫിൽറ്ററൊന്നുമില്ല, നമ്മുടെ നാച്ചുറലായിട്ട് തന്നെ. പിന്നെ അവിടെ നിന്ന് ഞാൻ കുറേ പട്ടി ഷോ കാണിക്കുകയാണ് ഗൈസ്. പട്ടി ഷോ അതൊന്നും അല്ല കേട്ടോ. ശരിക്കും അവിടെ നിന്ന് ചുമ്മാ തലമുടിയൊക്കെ കിട്ടുമ്പോൾ അവൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക, ഞാൻ അറിയുന്നില്ല. പിന്നെ വീഡിയോ എടുത്ത് കഴിഞ്ഞെന്ന് വിചാരിച്ച തലമുടിയൊക്കെ